5-ാം സങ്കീർത്തനത്തിന്റെ അവസാന വചനം ഇതാണ്, 12-ാം വചനം. കർത്താവേ, നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു, പരിച കണ്ടുന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു. ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്നത് BC 1020-നും 1010-നും ഇടയിലുള്ള ഈ കാലഘട്ടത്തിലായിരിക്കണം. ഈ അവസരത്തില് ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്ന സംഭവം വരുന്നുണ്ട്. ഓരോ ശ്വാസത്തിലും ഇസ്രായേൽ ജനതയെ കൊന്നൊടുക്കണമെന്നുള്ള ആഗ്രഹവും തീവ്രമായ കരുത്തും ആർജിച്ച വലിയ മനുഷ്യനായ ഗോലിയാത്ത് വന്ന് മുറവിളി കൂട്ടുമ്പോൾ ഗോലിയാത്തിനെ ഒരു സാധാരണ കവണിയും കല്ലും ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി ആ ദാവീദിനെ ജനങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്നത് സാവൂൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്നുള്ള ആർത്തു വിളിച്ചു കൊണ്ടുവരികയാണ്. ജനങ്ങൾ ആർത്തു വിളിക്കുന്ന കണ്ടപ്പോൾ ദാവീദിനോട് സാവൂളിന് ദേഷ്യം വരികയാണ്. ദാവീദിനെ കൊല്ലുവാനായിട്ട് പിന്നീടുള്ള പരിശ്രമങ്ങളാണ്. സാവൂളിന്റെ കൊട്ടാരത്തിൽ ദാവീദ് ഒരിക്കല് ആയിരിക്കുന്ന അവസരത്തിൽ ദാവീദിനെ കൊല്ലാനായിട്ട് കുന്തമെടുത്തിട്ട് സാവൂൾ രാജാവ് കുന്തമെറിയുകയാണ്. ദാവീദ് തല മാറ്റിയതുകൊണ്ട് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ സാവൂൾ ദാവീദിനെ കൊല്ലാൻ പരിശ്രമിക്കുമ്പോൾ രാജകൊട്ടാരത്തിൽ നിന്നും ദാവീദ് ഇറങ്ങി ഓടിപ്പോവുകയാണ്. സാവൂള് പിന്നാലെയുമുണ്ട്. അങ്ങനെ ഓടി അഭയം തേടിയത് ഒരു ഗുഹയിലാണ്. ആ ഗുഹയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ 5-ാം സങ്കീർത്തനം. ഇത് ഒരു ഇൻഡിവിജ്വൽ ലെമന്റേഷൻ എന്നാണ് പറയുക. വ്യസനത്തിന്റെ ഒരു പ്രാർത്ഥന, ദുഃഖത്തിന്റെ ഒരു പ്രാർത്ഥന, വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണിത്. ഈ പ്രാർത്ഥന സാധാരണ അറിയപ്പെടുക പ്രഭാത പ്രാർത്ഥന, മോർണിംഗ് പ്രെയർ എന്നാണ്. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. യു ഹാവ് ടു ലിസൺ മൈ പ്രേയർ. എന്താണ് ദാവീദ് യഹോവയോട് പറയുന്നത്? താൻ ആട്ടിടയനായിരുന്ന തന്നെ ഇസ്രായേലിന്റെ രാജാവാകുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് താൻ അനുഭവിക്കുന്ന തന്റെ ജീവന് ഭീഷണിയാകുന്നു, തന്നെ കൊല്ലാൻ പരിശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ദാവീദിന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്. ആ അവസരത്തില് ആ ഗുഹയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിയ കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഈ അവസരത്തില് സങ്കീർത്തനം 5-നെ കുറിച്ച് ധ്യാനപൂർവം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തിളച്ചു പൊങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ്: കർത്താവേ, യഹോവേ, അതുനായി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ എന്നുള്ള ചിന്തയോടെ വനാന്തരത്തിൽ കഴിയുന്ന ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ആകട്ടെ, വിദേശത്താകട്ടെ, വീട്ടിലാകട്ടെ, എവിടെയാണെങ്കിലും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ബോധ്യമാണ് ഈ സങ്കീർത്തനത്തിലെ 1-ാമത്തെ പ്രാർത്ഥനയില് നിയോഗമായി വരുന്നത്. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. 2-ാമത്തെ അഭ്യർത്ഥന, എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എപ്പോഴാണ് ഈ നെടുവീർപ്പുകൾ ഉണ്ടാകുന്നത്? കൊച്ചുകുഞ്ഞുങ്ങള് കുറച്ചു നേരം കരഞ്ഞു കഴിഞ്ഞിട്ട് മൗനമായിട്ട് ചുണ്ടൊക്കെ ഒന്ന് വിറപ്പിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. അതിനിടയിൽ അവനും അവളുമൊക്കെ ദീർഘനിശ്വാസം വിടും. നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. ദുഃഖം വരുമ്പോഴുള്ള നെടുവീർപ്പുകള്, വേദനകളുടെ നടുവിൽ പിടഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ സൈക്ക്, നമ്മുടെ മനസ്സ് പൊട്ടിപ്പോകാതിരിക്കാൻ ഈ നെടുവീർപ്പുകൾ യോണിങ് സഹായിക്കും. 3-ാമത് ദാവീദ് പറയുക, എന്റെ നിലവിളി കേൾക്കണമേ. വളരെ വേദനാജനകമായ
സംഭവങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായി. ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. ഈ ആട്ടിടയനെ യൂദായുടെ രാജാവാകുവാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനുശേഷം വരുന്ന വേദനാജനകമായ സംഭവം, തന്റെ രാജ്യത്തിലേക്ക് ഒരു അന്യനെ പോലെ വന്നിരിക്കുന്നു, ആ വ്യക്തി എന്റെ രാജ്യം പിടിച്ചടക്കുന്നു എന്നുള്ള ചിന്ത സാവൂളില് അങ്കുരിച്ച നിമിഷം മുതൽ ദാവീദിനെ കൊല്ലുവാൻ പരിശ്രമിക്കുകയാണ്. അവിടെ ഒളിച്ചോടി പോവുകയാണ്. എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരും തമ്പുരാന്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന്റെ തിരുമുമ്പിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. 51 സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി അങ്ങയുടെ സന്നദ്ധിയിൽ എത്തട്ടെ. കഷ്ടതയുടെ ദിനത്തിൽ എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. യേശു കുരിശിൽ മരിക്കുമ്പോൾ ഈ സങ്കീർത്തനം ചൊല്ലിയാണ് മരിക്കുന്നതെന്ന് നമുക്കറിയാം. എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ. ഈ ധ്യാനത്തിന്റെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ നിലവിളി ശ്രവിക്കുവാനായിട്ട് ഒരു ദൈവമുണ്ടെന്ന് സങ്കീർത്തകൻ ഓരോ പ്രഭാതത്തിലും നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അതിനായിട്ട് ദാവീദ് എന്തു ചെയ്തു? പ്രഭാത ബലി ഒരുക്കി അങ്ങേക്കായി കാത്തിരിക്കുന്നു. പ്രഭാത ബലി എന്ന് പറഞ്ഞാൽ ബലിയർപ്പണമൊന്നും ഗുഹയിൽ സാധ്യമല്ലല്ലോ. മനസ്സുകൊണ്ട് ദൈവമേ, നിന്റെ തിരുമുമ്പിലേക്ക് ഞാനിതാ കടന്നു വന്നിരിക്കുന്നു. ആ ആയിരിക്കുന്ന അവസരത്തിൽ ഇരുന്നു കൊണ്ട്, അവിടെ ഇരുന്നു കൊണ്ട് തമ്പുരാനെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നു. 5-ാമത്തെ വചനത്തിൽ പറയുക, അഹങ്കാരികൾ അങ്ങയുടെ മുമ്പിൽ നിൽക്കുകയില്ല. സാവൂൾ ഒരു അഹങ്കാരിയായി മാറി. സമ്പത്ത് കൊണ്ട് അഹങ്കാരികളാകുന്നവര്, പണം കൊണ്ട് അഹങ്കാരികളാകുന്നവര്, വലിയ കെട്ടിടങ്ങൾ കൊണ്ട് അഹങ്കാരികളാകുന്നവര്, ആരഹങ്കാരിയായി മാറുന്നുവോ അവരെ ദൈവം തട്ടി താഴെയിടും. എളിമയോടെ ഇരിക്കുന്നവനെ ദൈവം ഉയർത്തും. വിരുന്നിന് ക്ഷണിക്കപ്പെട്ടാല് മുൻപിൽ പോയി ഇരിക്കണമെന്നല്ല യേശു പറഞ്ഞത്, പുറകിലിരിക്കുക, എളിമയോടെ ഇരിക്കുക, അഹങ്കാരിയാകാതിരിക്കുക. എളിയവരെ തമ്പുരാൻ ഉയർത്തും. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഈ പ്രഭാതത്തില് ഈ സങ്കീർത്തനം എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നിങ്ങൾ വായിക്കണം. സങ്കീർത്തനത്തിന്റെ പ്രത്യേകത ക്രിസ്തുവിന്റെ വരവിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ സങ്കീർത്തനമല്ലേ, സാമല്ലേ ഇത്? 6-ാമത്തെ വചനം പറയുക, വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു, രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു. നുണ പറയുന്നവരെ കർത്താവ് വെറുക്കുന്നു. ഒരു മനുഷ്യന്റെ കൊലപാതകത്തിന് വേണ്ടി നുണ പറയുന്നവരുണ്ട്. ഒരു മനുഷ്യന്റെ സ്വത്ത് നശിപ്പിക്കാൻ നുണ പറയുന്നവരുണ്ട്. മനുഷ്യന്റെ പണം തട്ടിയെടുക്കാൻ വേണ്ടി എത്രയോ നുണകള് സൃഷ്ടിച്ച് പണം എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ദിവസത്തെ പത്രങ്ങളിൽ അനന്തകുമാർ എന്ന് പറയുന്ന വ്യക്തി 1000-ൽ പരം കോടി രൂപയുടെ പണമാണ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് സ്കൂട്ടി കൊടുക്കാം, ബൈക്ക് കൊടുക്കാം, കമ്പ്യൂട്ടർ കൊടുക്കാം എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയത്. അതിന് സഹായിച്ചിരുന്ന, അല്ലെങ്കിൽ ആ സഹോദരന് വേണ്ടി ഒരു ചെറിയ പൈസ കിട്ടുമല്ലോ എന്ന് കരുതി ഈ സ്കൂട്ടിക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്ത ഒരു സഹോദരി 1.5 വർഷം മുമ്പ് എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, നീ കളിപ്പിക്കലില്ല. ഈ മനുഷ്യൻ സ്കൂട്ടി കൊടുക്കാമെന്ന് പറയുന്നത് 1 സ്കൂട്ടിയോ 2 സ്കൂട്ടിയോ കൊടുക്കും. ഇന്നലെ എന്നെ കാണാൻ വന്ന ഒരു കുടുംബമുണ്ടായിരുന്നു. അവർ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നവരാണ്, ജോലിക്കാരാണ്. അവർക്ക് സ്കൂട്ടി കൊടുത്തു 60,000 രൂപയ്ക്ക്. എന്നാൽ 200-ൽ പരം ആളുകൾക്ക് ഈ പ്രദേശങ്ങളില്, ഈ ഇടുക്കി ജില്ലയുടെ ഈ ഭാഗങ്ങളില് കൊടുക്കാനുണ്ട്. ഒരു സ്കൂട്ടി കൊടുത്തിട്ട് 199 സ്കൂട്ടറിന്റെയും 60,000 രൂപ വെച്ച് മേടിച്ചു കൊണ്ടുപോയ തട്ടിപ്പ്. അവിടെ പറയുകയാണ്, കർത്താവ് അവരെ നശിപ്പിക്കും. വ്യാജം പറയുന്നവരെ അവിടുന്ന് നശിപ്പിക്കും. രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു. മനുഷ്യന്റെ ചോരയ്ക്ക് വേണ്ടി
ഏത് കുന്തറവും ആസൂത്രണം ചെയ്യുന്നവരെ കർത്താവ് വെറുക്കുന്നു എന്നാ പറയുന്നത്. ദാവീദ് 7-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഞാൻ കാരുണ്യാതിരേകത്താൽ വിശുദ്ധ ആലയത്തിൽ പ്രവേശിക്കും, ദൈവത്തിന് പ്രണാമം അർപ്പിക്കും, ആരാധനയർപ്പിക്കും. ജെറൂസലേം ദേവാലയം പണിതിട്ടില്ലെന്ന് ഓർക്കണം. ജെറൂസലേം ദേവാലയം പണിയുന്നത് മകനായ സോളമൻ രാജാവാണ്. പണിയാത്ത ഒരു ദേവാലയത്തിന്റെ ഉള്ളിലിരുന്ന് ദാവീദ് ദൈവത്തെ സ്തുതിക്കുക, ഒരു ഗുഹയിലിരുന്ന് സ്തുതിക്കുക. നമ്മൾ ഇരുട്ട് മുറിയിൽ കിടന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ദാവീദ് പറയുന്ന 8-ാമത്തെ വചനം, കർത്താവേ, എന്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതി മാർഗത്തിലൂടെ നയിക്കണമേ, എന്റെ മുമ്പിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ. ശത്രുക്കളുണ്ട് ദാവീദിന്. സാവൂളാണ് ഇവിടെ ശത്രുവായി മാറുന്നതെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നത് സ്വന്തം മകനായ അബ്സലോമാണ്. അങ്ങനെ പലരുടെ ശത്രുക്കളുടെ മധ്യയാണെങ്കിലും അന്യായമായ മാർഗത്തിലൂടെ, പാപകരമായ മാർഗത്തിലൂടെ എന്നെ കൊണ്ടുപോകാതെ നീതിയുടെ മാർഗത്തിൽ, സത്യത്തിന്റെയും നീതിയുടെയുമായ മാർഗത്തിൽ എന്നെ ചലിപ്പിക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, കർത്താവിനോട് അപേക്ഷിക്കുന്നത്. ഒമ്പതാമത്തെ വചനത്തിൽ പറയുക, അവരുടെ അധരങ്ങളിൽ സത്യമില്ല, അവരുടെ ഹൃദയം നാശകൂപമാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, അവരുടെ നാവിൽ മുഖസ്ഥിതി മുറ്റി നിൽക്കുന്നു. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. ശവക്കുഴി തുറന്നാൽ എന്താ കാണുന്നത്? തലയോടും എല്ലും മണമൊക്കെ ആയിരിക്കും. അവരുടെ തൊണ്ടയില് മണം നിറഞ്ഞ തൊണ്ടയായി മാറുക. അതരങ്ങളിൽ നിന്ന് വരുന്നത് നല്ല വാക്കല്ല, ചീത്തയായ വാക്കുകള്, ചീത്തയായ സംസാരങ്ങള്, കൊലപാതകത്തെ കുറിച്ചുള്ള വാർത്തകള്. വീണ്ടും പറയുക, അവരുടെ അതരം മുഖസ്തുതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ്. ഒരുപക്ഷെ സ്തുതിപ്പിനെ എതിർക്കുന്ന ഒത്തിരി മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്തുതിപ്പിൽ നടക്കുന്ന വലിയ മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ധ്യാന കേന്ദ്രത്തിലെ പൊട്ടിക്കരഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൊണ്ടയില് ക്യാൻസർ ഉണ്ടായിരുന്ന ഒരു മകള് മംഗലാപുരത്തുനിന്ന് വന്നത് സൗഖ്യപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. കരഞ്ഞു പ്രാർത്ഥിച്ചത് 51-ാം സങ്കീർത്തനമാണ്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ആ സങ്കീർത്തനം ഒട്ടുമുക്കാൽ ഭാഗവും ഞാൻ അവിടെ കരഞ്ഞു പ്രാർത്ഥിച്ചു, മിനിറ്റുകൾ എടുത്തു പ്രാർത്ഥിച്ചു. ദൈവം ആ സഹോദരിയുടെ തൊണ്ടയിലെ ക്യാൻസർ ഈ സ്തുതിപ്പില്, കരഞ്ഞു പ്രാർത്ഥനയില് ദൈവം എടുത്തു മാറ്റി. 10-ാമത്തെ വചനം പറയുക, ദൈവമേ, അവർക്ക് കുറ്റത്തിനൊത്ത ശിക്ഷ നൽകണമേ, തങ്ങളുടെ കൗശലങ്ങളിൽ തന്നെ അവർ പതിക്കട്ടെ, അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയണമേ, അവർ അങ്ങയെ ധിക്കരിച്ചിരിക്കുന്നു. ദാവീദ് ശിക്ഷ കൊടുക്കാമെന്നല്ല പറയുന്നത്, ഗവൺമെന്റ് ശിക്ഷ കൊടുക്കാമെന്നല്ല പറയുന്നത്. പ്രത്യുത ദൈവമേ, നീ തന്നെ ശിക്ഷ കൊടുക്കണമേ. ചിലരൊക്കെ ചോദിക്കും, ദൈവം ശിക്ഷിക്കുന്നവനാണോ എന്ന്. ദൈവം ശിക്ഷിക്കുന്നവനല്ല, പക്ഷേ ശക്തമായ ക്രൂരതകള്, തിന്മകള് ചെയ്തിട്ടുള്ളവരുടെ അധപ്പതനങ്ങൾ ധാരാളമായി ഞാൻ കണ്ടിട്ടുണ്ട്. വീട് നിന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ചില മരണങ്ങൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിട്ടുമാറാത്ത രോഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ശക്തമായ തിന്മയുടെ കൂടാരങ്ങളിലെ കേദാരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു നുണ പറഞ്ഞെന്നോ ഒരു ചെറിയ പാപം ചെയ്തു എന്നോ ഉള്ളതല്ല. നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പാപത്തിൻ്റെതായ മാർഗങ്ങളിൽ നിന്ന് മാറണമെന്നാണ് ദാവീദ് ആവശ്യപ്പെടുന്നത്. അതിന് ശിക്ഷ കൊടുക്കണമേ എന്നാണ് ദാവീദ് തമ്പുരാന്റെ മുമ്പില്, യഹോവയുടെ മുമ്പില് ഉണർത്തിക്കുന്നത്. 5-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വചനം പറയുകയാണ്, അങ്ങയെ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ,
അവർ എന്നും ആനന്ദഭരിതരായി സംഗീതം ആലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ. അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ശരണം വെച്ചിരിക്കുന്നവർ, യഹോവ എന്നുള്ള നാമത്തിൽ ശരണം വെച്ചിരിക്കുന്നവർ, അദുനായി എന്ന് പറയുന്ന നാമത്തിൽ ശരണം വെച്ചിരിക്കുന്നവർ ആനന്ദിക്കട്ടെ. ദൈവം അവരെ രക്ഷിക്കും. ആ രക്ഷയാണല്ലോ പിന്നീട് ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. 3 വർഷത്തോളം ഹെർബോൺ താഴ്വരയിൽ ദാവീദ് ഭരിച്ചു. ജെറൂസലേമിലെ 33 വർഷം ഭരിച്ചു. ദൈവത്തിന്റെ നാടാണ്, ദൈവത്തിന്റെ രാജ്യമാണത്. BC 1003 മുതൽ 970 വരെ ദാവീദ് ഭരിച്ചു. ഈ ദാവീദിന്റെ ശവകുടീരം ഇപ്പോഴും അവിടെയുണ്ട്. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുള്ള മനുഷ്യനാണ്. അതിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടിയാണ് പല സങ്കീർത്തനങ്ങളും ഞാൻ ഹൃദയസ്ഥമാക്കാനും സങ്കീർത്തനങ്ങളെ കുറിച്ചുള്ള ധാരാളമായ പഠനങ്ങൾ നടത്താനും എനിക്ക് സാധിച്ചിട്ടുള്ളത്. യഹൂദ ജനത ഹീബ്രു ബൈബിൾ വായിക്കുമ്പോൾ ദാവീദ് അന്ന് എഴുതിയ കവിതയില് അല്ലേലൂയ തദുനായി കോൽ ഗയീം ശുബ്ഹു കോൽ ഹുമി 117 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വചനമാണ്. ഹല്ലേലൂയ എത്ത് അദുനായി, യഹോവ എന്ന് എഴുതിയിട്ട് അദുനായി എന്ന് വായിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ അനുസരിക്കുക, ബഹുമാനപുരസ്സരമായ സ്നേഹവും വാത്സല്യവും ഭയവും നിറഞ്ഞ ദാവീദിനെ രക്ഷിക്കുന്ന ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 12-ാമത്തെ വചനത്തിൽ പറയുക, കർത്താവ് നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു, പരിച കൊണ്ടൊന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു. നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു, മക്കാര്യൂസ് ചെയ്യുന്നു, നന്മ കൊണ്ട് നിറയ്ക്കുന്നു, അഭിവൃദ്ധിപ്പെടുത്തുന്നു, രക്ഷപ്പെടുത്തുന്നു. മക്കാര്യൂസ് എന്ന് പറഞ്ഞ അതാർത്ഥം. അപ്പൊ ദൈവം അവിടുത്തെ ആശ്രയിക്കുന്നവർക്കെല്ലാം നൽകുന്നു. ജെസയുടെ മകനായ ദാവീദ് നമ്മൾ കാണുന്നുണ്ട്, ഒരു ആട്ടിടയനാ. ഈ ആട്ടിടയനെ ദൈവം ഉയർത്തുകയാ. എപ്പോഴ്? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതുകൊണ്ട്, ആടിനെ മേയ്ക്കുന്നത് കൊണ്ട്, നല്ല പയ്യനായതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിക്കുകയാണ്. വീണ്ടും പറയുക, ദൈവം അനുഗ്രഹിച്ചവനെ, ദൈവം തിരഞ്ഞെടുത്തവനെ അവിടുന്ന് പരിച കൊണ്ട് മറയ്ക്കുകയാ ദൈവം. തിന്മയുടേതായ വഴികളിൽ നിന്നും മറയ്ക്കുന്നു, അപകടത്തിൻ്റെതായ വഴികളിൽ നിന്നും മറയ്ക്കുന്നു, നമുക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്നും മറയ്ക്കുന്നു. അതാണ് ദാവീദിനെ കാണുന്നത്. ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുന്ന ദാവീദ്, അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദാവീദ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഗുഹയിൽ ഇരുന്നു കൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചല്ലോ, തന്നെ കൊല്ലാൻ വരുന്ന സാവൂൾ രാജാവ് കൂട്ടരും വരുമ്പോൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്കും, ഞങ്ങളെ കൊല്ലാൻ വരുന്നവർക്കും, ഞങ്ങളെ ശിക്ഷിക്കാൻ വരുന്നവർക്കും അങ്ങ് ഒരു പരിചയമായി നിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ദാവീദിനെ ഒളിച്ചു താമസിക്കാൻ ഒരു ഗുഹയാണെങ്കിൽ ലഭിച്ചതുപോലെ ഞങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു വീട് കിട്ടണമേ. ചെറിയ കുടില് കിട്ടിയാൽ മതി ദൈവമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദാവീദിന്റെ ഈ സങ്കീർത്തനം കുറഞ്ഞത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നിങ്ങൾ വായിക്കുക. ദാവീദിനെ പോലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതിനു വേണ്ടുന്ന അനുഗ്രഹം യഹോവ തന്നെ നിങ്ങൾക്ക് തരുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ദാവീദ് അന്ന് ആ വചനം എഴുതി വെച്ചതുകൊണ്ടാണ്, കവിതയായിട്ട് എഴുതി വെച്ചതുകൊണ്ടാണ്, ഗാനമായിട്ട് എഴുതി വെച്ചതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ഈ നൽകുന്ന വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും. അതിനുവേണ്ടി അനുഗ്രഹം നൽകട്ടെ. സ്നേഹത്തോടെ ഹല്ലേലൂയ.